വെയിലപ്പാടത്തിനപ്പുറത്തേക്ക് സൂര്യൻ മറയുന്ന ബാല്യത്തിന്റെ പകലർദികൾ അവനെ കരയിച്ചിരുന്നു. ബാലേന്ദ്രൻ എന്നുള്ള ക്യാരക്ടറായിട്ട് നമുക്ക് ശരിക്കും നമുക്ക് ഒരുപാട് പേരെ പരിചയമുണ്ട്, ഒരുപാട് മനുഷ്യന്മാരെ പരിചയമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യൻ ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആഴ്ചയവധിക്ക് വീട്ടിൽ പോകുന്ന കൂട്ടുകാരിയെ യാത്രയാക്കി തിരിച്ചെത്തുമ്പോൾ ഹോസ്റ്റൽ മുറിയുടെ ജനലിനപ്പുറത്ത് കശുമാവിൻ തോപ്പിൽ ഒളിക്കുന്ന സൂര്യനും അവനെ കരയിച്ചു. ഇതിൽ മമ്മൂക്ക ടോട്ടലി സർപ്രൈസ് ചെയ്തിരിക്കുന്നു. വൈ? ബിക്കോസ് ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് റിയലി യു ലുക്ക് അറ്റ് ഹിം ബിക്കോസ് ഹി ലിവ്ഡ് ആ ചെറിയ മാനറിസം ആ ത്രൂട്ട് ദ പടത്തിനകത്ത് മൂപ്പയുടെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കുള്ള ആ ഒരു ചെറിയ തലയുടെ ഒരു ആട്ടവും അതെല്ലാം ആ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഹീ ലിവ്ഡ് അപ്പ് ദ ക്യാരക്ടർ to the most because we believe that he is a person who really conveyed that message to you. He is a normal man. Other no words. Hats off to Mammootka. പാതി എഴുതിയ വാക്കിന്മേൽ പേന നിശ്ചലമായപ്പോൾ തുറമുഖത്തെ ഓണമില്ലാത്ത ജലത്തിൽ അനക്കമറ്റ് നിൽക്കുന്ന ജലനൗകകളെ കാണാൻ പോയ സായാഹ്നം. മമ്മൂക്ക, ഖുഷ്ബു മാഡം, മുകേഷ് ഏട്ടൻ ഓരോരുത്തരുടെ പെർഫോമൻസസും കൺസെപ്ഷനും പിന്നെ ടെക്നിക്കൽ സൈഡും ഒക്കെ ബ്രില്യൻ്റ് ആണ്. ആദ്യം ആകാശത്തിന് നിറങ്ങളാൽ ചോപ്പിച്ചും പിന്നെ ശൂന്യതയുടെ ചാരനിറത്തിൽ നഗ്നിയാക്കിയും കടലിന്റെ ആഴത്തിലേക്ക് പോയ സൂര്യനും നെഞ്ചിൽ കണ്ണീരിന്റെ ഭാരം നിറച്ചു. ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഈ മമ്മൂക്ക ചെയ്തിരിക്കുന്ന കഥാപാത്രത്തെ ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് ബാലചന്ദ്രന്മാർ ജീവിച്ചിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ഒരുപാട് പേര് ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ആവേണ്ടവരാണ്. ഒരു ടെലിഫോൺ സംഭാഷണം കൂടെ തീരാൻ നേരം അവൾ പറഞ്ഞ അവസാന വാക്കും കഴിഞ്ഞ് ഫോൺ നിശബ്ദം. ഉള്ളിൽ വീണ്ടും വേദനയുടെ യാത്രാമൊഴി കൊണ്ട് കരയിച്ച് മറ്റൊരു സൂര്യൻ കൂടി മറയുകയാണ്. മമ്മൂക്കയുടെ അടുത്ത കാലത്ത് കണ്ട ഭാവിയിലേക്ക് മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാനുള്ള കഥാപാത്രമാണ് ബാലേന്ദ്രൻ. സ്നേഹനിരാസങ്ങളുടെ സമയബന്ധുക്കൾ ചേർന്ന് ഒരു പകൽ കൂടി ഒടുങ്ങുമ്പോൾ എഴുതി പൂർത്തിയാക്കിയ താളിൽ കാലം കറുത്ത മഷിയാലിടുന്ന വിധിയുടെ കയ്യൊപ്പ്. സിഗ്നേച്ചർ ഓഫ് ഡെസ്റ്റിനി.